ഹരികുന്ദ് ഇന്ന് ഇപ്പോൾ ഇതുവരെയുള്ളൊരു കണക്ക് പ്രകാരം 148 ഡ്രോണുകളാണ് ഇറാൻ UAE-യുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചത്. ഇതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ പ്രതിരോധിക്കാൻ UAE പ്രതിരോധ മന്ത്രാലയത്തിന് വിജയകരമായി തന്നെ സാധിച്ചു. അതോടൊപ്പം തന്നെ 9 ബാലിസ്റ്റിക് മിസൈലുകളും 6 ക്രൂയിസ് മിസൈലുകളും വിവിധ പ്രദേശങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് എത്തുകയുണ്ടായി. അതും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനവും മറ്റും പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവ പൂർണ്ണമായി തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിന്റെ സ്വാഭാവികമായിട്ടും അവശിഷ്ടങ്ങളും മറ്റും ചിതറിത്തെറിച്ചതിന്റെ കാരണം ചില കെട്ടിടങ്ങൾക്ക് ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഏതാണ്ട് 10-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ഔദ്യോഗികമായി തന്നെ അധികൃതർ നൽകിയിട്ടുണ്ട്. ആളപായം ഇതുവരെയും ഇന്നത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ പിന്നിട്ട് 2 ദിവസങ്ങളായിട്ട് 3 പേർ മരണപ്പെട്ടത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ദുബൈയിലും അബുദാബിയിലും റാസൽ ഖൈമയിലുമാണ് പ്രധാനമായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നടന്നത്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഇന്നലെ തന്നെ UAE നടത്തിയിരുന്നു. കാരണം തങ്ങളുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒരു നിരക്കും അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇതാദ്യമായിട്ട് തെഹ്റാനിലുള്ള എംബസി അടയ്ക്കാൻ ഒരു ഗൾഫ് രാജ്യം എന്ന നിലയ്ക്ക് UAE തീരുമാനിച്ചു. അത് മാത്രമല്ല സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. എന്തായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും മറ്റും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറാവുകയില്ല. അതേസമയം ആശയവിനിമയം വിവിധ രാജ്യങ്ങൾക്ക് നേരെ ഇടയിൽ പ്രധാനമായിട്ടും ഒമാൻ, ഖത്തർ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഭയാശങ്ക ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ചരക്ക് കടത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് മുഖേന ആ കടലിടുക്ക് അടയ്ക്കുന്ന തീരുമാനമൊന്നും ഇതുവരെ ഇറാൻ കൈക്കൊണ്ടിട്ടില്ല. കാരണം ചൈനയുടെയും റഷ്യയുടെയും മറ്റും സമ്മർദ്ദം കാരണമായിരിക്കാം അത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഹോർമുസ് കടലിടുക്ക് മുഖേനയുള്ള ചരക്ക് കടത്ത് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട സൂയസ് കനാൽ മുഖേനയുള്ള ചരക്ക് കടത്തും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും എണ്ണ കയറ്റുമതിയെ മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളും എല്ലാറ്റിനെയും വലിയ തോതിൽ തന്നെ ബാധിക്കും. സാധാരണഗതിയിൽ ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യവിഭവങ്ങളും വലിയ തോതിൽ തന്നെ സ്റ്റോക്ക് ചെയ്തതായിട്ട് UAE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെയും ഒരു കാല പരിഗണന ഉണ്ടാവും. അതിലപ്പുറത്തേക്കും ഈ പ്രതിസന്ധി നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. വിലക്കയറ്റം ഒരു യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിലേക്ക് നീളാതെ തന്നെ ഈ പ്രതിസന്ധി, ഈ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അന്തർദേശീയ സമൂഹം നടത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ UAE പങ്കുവെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുമായി നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നുണ്ട്. തങ്ങളുടേതായിട്ടുള്ള എല്ലാ പങ്കാളിത്തവും അത്തരമൊരു സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കത്തിന് നൽകാനും UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹരി ഗോവിന്ദ്.